ഹായ് ഗായ്സ്, നമസ്കാരം. ഞാനൊരു യൂട്യൂബറാണ്. ഞാൻ ഡേ 1 തൊട്ട് ഗ്രാൻഡ് ഫിനാലെ വരെ നമ്മുടെ ബിഗ് ബോസ്, ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ കണ്ടുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. അവിടെ എന്താണ് ഈ വർഷം സംഭവിച്ചത്? ഞാൻ 1 to 6 ബിഗ് ബോസ് ഇതുവരെ കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ ഈ ബിഗ് ബോസിൻ്റെ ഭ്രാന്താണ്, മാഡ് ആഫ്റ്റർ ബിഗ് ബോസ്. അവർ 1 to 6 വരെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പം അവർ ഓൾറെഡി ടീനേജാണ്. 20-21 ഇയേഴ്സ് ആർ പാസ്റ്റ്. മീൻസ് 21-22 വയസ്സ് പ്രായമുള്ള മക്കളാണ് അവർ. ഇത് കണ്ടുകൊണ്ട് ഇതിൽ അതേപടി ഇമിറ്റേറ്റ് ചെയ്യുന്ന മക്കളാണ് എൻ്റെ മക്കൾ. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊന്ന് കാണണം, എന്താണ് ഇതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ. ഞാൻ ഡേ 1 തൊട്ട് ഗ്രാൻഡ് ഫിനാലെ വരെ മുടങ്ങാതെ എല്ലാ ദിവസവും ബിഗ് ബോസ് കണ്ടുകൊണ്ടിരുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ മനസ്സിലാവില്ല, ഞാനൊരു ബെഡ് പേഷ്യൻ്റാണ്, ഞാനൊരു ടീച്ചറാണ്, ഞാനൊരു കലാകാരിയാണ്. ഫിസിക്കൽ ഇൻ ഹെൽത്ത് മൂലം ഞാനൊരു ബെഡ് പേഷ്യൻ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഞാൻ ഈ കിടന്നുകൊണ്ട് എനിക്കൊരു എൻ്റർടൈൻമെൻറ്റാണ് ഈ ബിഗ് ബോസ്. സ്ഥിരമായിട്ട് ഡെയിലി ഒരു പ്രാവശ്യം പോലും മിസ്സായിട്ടില്ല, ഒരു സീൻ പോലും ബിഗ് ബോസിൽ ഞാൻ മിസ്സായിട്ടില്ല. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് അവിടെ? ആരാണ് ശരിക്കും യഥാർത്ഥ ഫസ്റ്റ് റണ്ണപ്പ് വിന്നർ ആവേണ്ടത്? അനീഷല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിലെ എല്ലാ ജനങ്ങൾക്ക് എന്ത് തോന്നുന്നു? അനീഷല്ലേ അവിടെ ഒരു യഥാർത്ഥ ഫസ്റ്റ് റണ്ണപ്പർ ആവേണ്ടത്? പക്ഷേ അതിന് പകരം മോഹൻലാൽ കൈപ്പിടിച്ചുയർത്തത് ആരെയാണ്? നമ്മുടെ അനുമോളയാണ് അല്ലേ? അതൊരിക്കലും ശരിയായിട്ടുണ്ടോ? അല്ല. ലാലേട്ടൻ ചെയ്തത് ഇൻജസ്റ്റിസ് ടു ദ ട്രൂത്ത്, നോട്ട് ജസ്റ്റിസ് ടു ദ ട്രൂത്ത്, ഇൻജസ്റ്റിസ് ടു ദ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഇതൊരു സിനിമയാണോ സീരിയാണോ? അല്ല, റിയാലിറ്റി ഷോ ആണ്. റിയൽ എന്ന് വെച്ചാൽ റിയൽ, യഥാർത്ഥത്തിൽ നടക്കുന്ന 25 കണ്ടസ്റ്റൻസിൻ്റെ റിയൽ ലൈഫാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അതിലെന്ത് സംഭവിച്ചു? ഈ കണ്ടസ്റ്റൻസിനെല്ലാം ഫോളോ ചെയ്യുന്ന, ഇമിറ്റേറ്റ് ചെയ്യുന്ന ഇപ്പോഴത്തെ വളർന്നു വരുന്ന കുഞ്ഞു മക്കൾ, അഡൽട്സ്, ടീനേജ്, 17s എല്ലാവരും ഇവരെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ എന്താണ് ശരിക്കും യഥാർത്ഥ വിന്നർക്ക് വേണ്ട ക്വാളിറ്റി എന്താണ്? അനുമോൾ അത് ത്രൂ ഔട്ട് ദ ബിഗ് ബോസ് എപ്പോഴും കരച്ചിലായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ അനുമോൾക്ക് സാധിച്ചിരുന്നില്ല. അതുമാത്രമാണോ? ആ ഇമോഷൻസിനനുസരിച്ച് കരഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് പ്രതികരിക്കുകയായിരുന്നു. 2-3 മീൽസ് ഉപേക്ഷിക്കുന്നു, അവിടെ മാറിക്കിടന്ന് പോയി കിടന്ന് ഉറങ്ങുന്നു, പിണങ്ങുന്നു, എല്ലാവരും പിണങ്ങുന്നു, മിണ്ടാതിരിക്കുന്നു, സംസാരിക്കാതിരിക്കുന്നു. എല്ലാ കണ്ടസ്റ്റൻസും വന്ന് വരൂ ഭക്ഷണം കഴിക്കൂ, അല്ലെങ്കിൽ സംസാരിക്കൂ. വേണ്ട, ഞാൻ സംസാരിക്കുന്നില്ല, ആരും വേണ്ട. അങ്ങനെയാണോ? അല്ല, അത് അതേപടി ഫോളോ ചെയ്യുകയാണ്. ഇന്നത്തെ കുട്ടികൾ അത് ഫോളോ ചെയ്യുകയാണ്. അത് ശരിയാണോ? എനിക്ക് തോന്നുന്നില്ല, തീർച്ചയായിട്ടും അത് ശരിയല്ല എന്നുള്ളത്. പക്ഷേ അനീഷ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? സീസൺ 7 ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ജയിൽവാസം അനുഭവിച്ച വ്യക്തിയാണ് അനീഷ്. എത്രയോ 7 times ഹി വെൻറ്റ് ടു ദ ജയിൽ. ബട്ട് ഒരിക്കലും അനീഷ് അതിനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടില്ല, അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. സന്തോഷത്തോടെയാണ് അതെല്ലാം സ്വീകരിച്ച്, അതെല്ലാം ഏറ്റെടുത്ത് വീണ്ടും മുന്നോട്ട് നല്ലൊരു ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് പ്രതികരിക്കാതെ നല്ലൊരു കണ്ടസ്റ്റൻസ് അവിടെ നിലനിന്ന ഒരേ ഒരു വ്യക്തിയാണ് അനീഷ്. അത് മാത്രമല്ല, ഗ്രാൻഡ് ഫിനാലയുടെ അന്ന് എന്താണ് സംഭവിച്ചത്? ലാലേട്ടൻ എപ്പോഴും പറയുന്നു ഇത് പ്രേക്ഷകരുടെ വിധിപ്രകാരമാണ് നടക്കുന്നത്, വേറെ PR അല്ല, അല്ലെങ്കിൽ ഒരുത്തരുടെ ഇഷ്ടമല്ല, ബിഗ് ബോസിൻ്റെ ഇഷ്ടമല്ല, ബിഗ് ബോസ് അല്ല, ലാലേട്ടൻ്റെ ഇഷ്ടപ്രകാരമല്ല, പ്രേക്ഷകരുടെ വോട്ട് പ്രകാരമാണ് ഈ ഫസ്റ്റ് റണ്ണപ്പർ കണ്ടസ്റ്റൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ അവിടെ സംഭവിച്ചത് എന്താണ്? ഗ്രാൻഡ് ഫിനാലയുടെ ഇന്ന് വോട്ട് ഉയരുന്നു താഴുന്നു. ഒരു ലെവലായപ്പോൾ ലാലേട്ടൻ എന്താണ് പറഞ്ഞത്? ബിഗ് ബോസ് ഈ അധികാരം ഞാൻ തന്നെ എടുക്കുമെന്ന് പറഞ്ഞ് അനുമോളുടെ കൈ പിടിച്ചുയർത്തി അനുമോളെ ഒരു ഫസ്റ്റ് റണ്ണപ്പറായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഒരിക്കലും ശരിയായിട്ടില്ല. ഇൻജസ്റ്റിസ് ടു ദ ട്രൂത്ത്, നോട്ട് ജസ്റ്റിസ് ടു ദ ട്രൂത്ത്. ലാലേട്ടനെ ചെറുപ്പം മുതൽ ഈ പ്രായം വരെ ഞാൻ ആരാധിച്ചുകൊണ്ടിരുന്നൊരു, റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന, സ്നേഹത്തോടെ വിളിച്ചിരുന്നൊരു ലാലേട്ടൻ, അല്ലെങ്കിൽ റെസ്പെക്റ്റോടെ വിളിച്ചുകൊണ്ടിരുന്ന ലാലേട്ടനെയാണ് ഇന്ന് വരെ ഞാൻ കണ്ടിട്ടുള്ളത്. ലാലേട്ടൻ്റെ അല്ലാതെ വേറൊരു സിനിമ എനിക്ക് ഇഷ്ടമുള്ളായിരുന്നു. കാരണം ലാലേട്ടൻ അതിലെപ്പോഴും ന്യായത്തിന് വേണ്ടിയാണ് നിലനിന്നിട്ടുള്ളത്. എല്ലാ സിനിമകളിലും ലാലേട്ടൻ ന്യായത്തിന് വേണ്ടിയിട്ടാണ് നിലനിന്നിട്ടുള്ളത്, ജസ്റ്റിസ് ടു ദ ട്രൂത്ത്. അതുകൊണ്ട് തന്നെ ഞാൻ ബഹുമാനിച്ചിരുന്നൊരു വ്യക്തിയാണ് ലാലേട്ടൻ. പക്ഷേ ബിഗ് ബോസിൽ മാത്രം ലാലേട്ടൻ അത് ചെയ്തില്ല. അവിടെ ചെയ്ത് ജസ്റ്റിസ് ടു ദ ട്രൂത്ത് അല്ല, ഇൻജസ്റ്റിസ് ടു ദ ട്രൂത്ത്. അനുമോൾ ഡിസേർവ് ആണ്, ഫസ്റ്റ് റണ്ണപ്പറിന് ഡിസേർവ് ആണ്. പക്ഷേ അനീഷ് അതിലും മേലെ അനീഷാണ് അവിടെ ഫസ്റ്റ് റണ്ണപ്പർ ആവേണ്ടിയിരുന്നത്. അനുമോളെ ഡിസേർവ് ആണ്, പക്ഷെ അതിലും മേലെ ഡിസേർവ് ചെയ്തത് അനീഷാണ്. അപ്പോൾ ലാലേട്ടൻ, നമുക്ക് വേണമെങ്കിൽ വേറൊരു തരത്തിൽ ലാലേട്ടന് അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും അനുമോളുടെ ദാരിദ്ര്യത്തിനനുസരിച്ച് കടബാധികളെ സഹായിക്കാമായിരുന്നു. പക്ഷെ അതൊരാളെ താഴ്ത്തിക്കെട്ടി, ഫസ്റ്റ് റണ്ണപ്പർ എന്ന പൊസിഷൻ ഏറ്റെടുക്കേണ്ട ഒരാളെ താഴ്ത്തിക്കെട്ടി അല്ലെങ്കിൽ അയാൾക്ക് കൊടുക്കാതെ
അനുമോൾക്ക് ഇത് സമ്മാനിക്കുകയല്ല വേണ്ടിയിരുന്നത്. അനുമോളെ വേറെ രീതിയിൽ നമുക്ക് സഹായിക്കാമായിരുന്നു. പക്ഷേ ഈ ഫസ്റ്റ് റണ്ണപ്പ് അനീഷിന് തന്നെ കൊടുക്കണമായിരുന്നു. ഇത് ഞാനും എൻ്റെ കുടുംബവും കേരളത്തിലെ സകല ജനങ്ങളും മനസ്സിലേറ്റിയ ഒരു വ്യക്തിയാണ് അനീഷ്. അനീഷ് എപ്പോഴും ആരെ ഹേർട്ട് ചെയ്തിട്ടില്ല. എപ്പോഴും റിയാലിറ്റിക്ക് വേണ്ടി തന്നെ നിലനിന്ന ഒരു വ്യക്തിയാണ് അനീഷ്. അതുകൊണ്ട് ലാലേട്ട ചെയ്ത് ഒരിക്കലും ശരിയായില്ല. ദിസ് ഇസ് ഇൻജസ്റ്റിസ് ടു ദ ട്രൂത്ത്, നോട്ട് ജസ്റ്റിസ് ടു ദ ട്രൂത്ത് ലാലേട്ട. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.